ഹലോ ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ നമ്മൾ രാവിലെ എങ്ങനെയാണ് റെഡി ആയിട്ട് ഡ്യൂട്ടിക്ക് പോകുന്നത് എന്നാണ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് മോയ്സ്ചറൈസിങ് ക്രീം എടുത്തിട്ട് ആ ഐബ്രോസിൻ്റെ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്തിനാണെന്നോ, പിരികം നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. പിരികത്തിന് കളറില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞതായിരിക്കും, പിരികം വളർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്നും ചെയ്യാറുള്ളത്, അപ്പോൾ ഞാൻ പിരികം ത്രെഡ് ചെയ്യുന്നത് ബ്ലേഡ് കൊണ്ടാണ്. ഞാൻ ഇതേവരെയായിട്ടും ബ്യൂട്ടി പാർലറിൽ പോയി പിരികം ത്രെഡ് ചെയ്യാൻ പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഇതിനകത്തൊരു മെയിൻ കാര്യം എനിക്ക് പറയാനുണ്ട്. ഞാൻ ഈ കാണിക്കുന്നത് പോലെയുള്ള അഭ്യാസങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ഇല്ലാണ്ട് ചെയ്യരുത്. കാരണം പിരികമല്ല, സ്കിന്ന് വരെ മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഡ്രൈ ആയിട്ടിരിക്കുമ്പം നമുക്ക് പിരികം ത്രെഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് ഞാൻ കുറച്ച് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ പിരികം ത്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് സക്സസ്ഫുള്ളായിട്ട് കഴിഞ്ഞിരിക്കുന്നു. അടുത്തായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നത് സെപ്പാമെഡിൻ്റെ ഒരു എക്സ്ട്രാ സോഫ്റ്റ് മോയ്സ്ചറൈസിങ് ക്രീമാണ് മുഖത്ത് അപ്ലൈ ചെയ്യുന്നത്. എല്ലായിടത്തും ഫേസിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് സ്കിന്നിലേക്ക് തേച്ച് പിടിപ്പിക്കുക. വേറെ ചില ആൾക്കാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കൈയിലേക്ക് മോയ്സ്ചറൈസിങ് ക്രീം എടുത്തിട്ട് രണ്ടും കൂടെ കൈ മിക്സ് ചെയ്തിട്ട് മുഖത്ത് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ ഫുള്ളായിട്ട് മോയ്സ്ചറൈസിങ് ക്രീം മുഖത്തെത്താതെ വരും. പിന്നെ ഞാൻ ചെയ്തത് ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് അണ്ടർ ഐയിലെ തലേദിവസം എഴുതിയ കൺമഷിയാണ്. അത് പോയില്ലെങ്കിലോ എന്നോർത്ത് ഞാൻ വീണ്ടും ഞാൻ റിമൂവ് ആക്കിയതാണ്. പിന്നെ ഞാൻ ഇടുന്നത് ടാൽക്കം പൗഡറാണ്. എൻ്റെ ഫേവറേറ്റായ എൻചാൻഡറിൻ്റെ റൊമാൻറ്റിക് ആയിട്ടുള്ള റോസ് കളറുള്ള ടാൽക്കം പൗഡറാണ് ഉപയോഗിക്കുന്നത്. നല്ല രീതിയിൽ മുഖത്ത് തേച്ച് പിടിപ്പിച്ചിട്ട് അത് ഞാനൊരു ടിഷ്യൂ പേപ്പർ ഇട്ട് തുടക്കുകയാണ് ചെയ്യാറ്. ഫൗണ്ടേഷൻ ക്രീമോ ഫൗണ്ടേഷൻ പൗഡറോ ഇടുന്നേക്കാളും ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയത് എനിക്ക് ടാൽക്കം പൗഡർ ഇടുമ്പോൾ തന്നെയാണ് കോൺഫിഡൻസും കൂടുതൽ. പിന്നെ ഞാൻ കൂടുതലായിട്ട് വന്ന ടാൽക്കം പൗഡർ ഊതി പറപ്പിച്ച് കളഞ്ഞ്. ഓക്കെ, അങ്ങനെ നമ്മൾ മുഖത്ത് ടാൽക്കം പൗഡർ ഫുള്ളായിട്ട് റിമൂവ് ചെയ്യുകയാണ് ചെയ്യണത്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐബ്രോ ഫില്ലിംഗ് ആണ്. എനിക്ക് നല്ല രീതിയിൽ ഐബ്രോ ഫില്ല് ചെയ്തില്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഇല്ല ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ നല്ല രീതിയിൽ എഴുതി വെക്കുന്നത്. പിന്നെ എൻ്റെ ഐബ്രോൻ്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ബ്ലാക്ക് അല്ല, ഒരു ബ്രൗൺ ഷെയ്ഡാണ്. അപ്പോൾ അത് വെച്ച് എഴുതുമ്പോഴാണ് എനിക്കൊരു നല്ല രീതിയിലായിരുന്നു തോന്നിയിട്ടുള്ളത്. പിരികം ത്രെഡ് ചെയ്തിട്ട് അതിന് പുറത്തേക്കൂടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഭാഗത്ത് സ്പേസിൽ കൂടെയോ സ്കിന്നിൽ കൂടെ ഒന്നും പറ്റിയിരിക്കത്തില്ല. അങ്ങനെ പറ്റിയിരുന്നാൽ തന്നെ ഇതുപോലെ റിമൂവ് ചെയ്യുക. ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് റിമൂവ് ചെയ്ത് മാറ്റുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫേസ് ചെയ്യേണ്ടത് നല്ലൊരു ഐലൈനർ എഴുതുക എന്നുള്ളതാണ്. നല്ല ഒരു ഐലൈനർ എടുത്ത് ഞാൻ നല്ല രീതിയിൽ നല്ല ഇച്ചിരി കട്ടിയോട് കൂടിയാണ് തന്നെയാണ് ഞാൻ ഐലൈനർ എഴുതാറും. അങ്ങനെ ഞാൻ ഐലൈനർ എഴുതി മുകളിൽ നല്ല കട്ടിയായിട്ടും അടിയിൽ ജസ്റ്റായിട്ട് കാജൽ ഉപയോഗിച്ച് വരയ്ക്കുക മാത്രമാണ് ചെയ്യാറ്. അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെ വരയ്ക്കില്ല, പകുതി വെച്ച് വരെ നിർത്തുന്നതാ കണ്ടില്ലേ. എന്നിട്ട് നമുക്ക് പൊട്ട് മാറ്റാനുണ്ട്. നേരത്തെ തൊട്ട പൊട്ടിന് പൗഡർ പിടിച്ചിരിക്കണോണ്ട് അത് കൊത്തിയാൽ ശരിയാവില്ല. അതുകൊണ്ട് മുഖത്തിരുന്ന് പൊട്ട് മാറ്റി വേറൊരു പൊട്ടാക്കി. ഇനി അടുത്ത മുഖത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിരികം കഴിഞ്ഞു, ഐ കഴിഞ്ഞു, ഇനി ലിപ്പിലേക്കുള്ളതാണ്. ആദ്യം നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുമ്പ് ലിപ് ബാം അപ്ലൈ ചെയ്യുക. പിന്നെ ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് മെബ്ലിൻ്റെ മേറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇതെൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ലിപ്സ്റ്റിക്ക് ഔട്ടർ ലിപ്പിൽ കൂടെ ഇടുക. എന്നിട്ട് നമ്മൾക്ക് ചുണ്ടുകൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്യിപ്പിക്കുക. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അങ്ങനെ ഇടുമ്പോൾ തന്നെ ലിപ്പിനാണേലും കൂടുതൽ ഹെവി ആയിട്ട് ലിപ്സ്റ്റിക്ക് ഹെവി ആയിട്ട് തോന്നിക്കില്ല. എന്നിട്ട് എനിക്കൊരു ഡാർക്ക് ഷെയ്ഡ് എന്തായാലും ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഡാർക്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് റെഡ് കളറുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം പുറത്തുള്ളൊരു വാക്സ് കോട്ടിങ് മാറാൻ വേണ്ടിയിട്ട് ഞാനൊരു ടിഷ്യൂ പേപ്പർ എടുത്ത് നല്ല രീതിയിൽ ഒപ്പിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മസ്കാരയാണ്. ഞാൻ ഡാസ്ലറിൻ്റെ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ മുകളിലും താഴെയുള്ള പീലിയിൽ മസ്കാര എല്ലാം അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ തന്നെയാണ് അപ്ലൈ ചെയ്തതും. അങ്ങനെ ഇതോടുകൂടി നമ്മുടെ ഫേസിൻ്റെ മേക്കപ്പ് ഏകദേശം തീർന്നിരിക്കുകയാണ്. ഇനി അടുത്തത് തലമുടിയാണ്. തലമുടി ഒരു ടാസ്ക് തന്നെയാണ്. ഞാനൊരു 6 മാസം മുന്നേ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തായിരുന്നു. ആ ചെയ്ത ഒരു മാസത്തേന് നല്ല രീതിയിൽ നല്ല സ്പീഡിൽ മുടിയൊക്കെ കെട്ടിവെക്കായിരുന്നു. പിന്നെ എൻ്റെ മുടിയുടെ കോലം കണ്ടില്ലേ, വളർന്നു തുടങ്ങി. സ്പ്രിങ് പോലെ വളർന്നു വരുന്ന മുടി ഒന്ന് ചീവെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പണിയാണ് എനിക്ക്. അപ്പോൾ ഞാൻ നല്ലൊരു സെറം അപ്ലൈ ചെയ്യുന്നുണ്ട്. തലമുടിയിൽ മാത്രം, സ്കാൽപ്പിൽ പുരട്ടരുത്. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തലമുടി ഊരും. അതുകൊണ്ട് സ്കാൽപ്പിൽ പുരട്ടാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ചില തലമുടിയൊക്കെ നരച്ചിട്ടുണ്ട്. പിന്നെ അത് പോട്ടെ, സാരമില്ല, പ്രായത്തിൻ്റെ അതൊക്കെ കരുതിയിരിക്കാം. പിന്നെ ഞാനൊരു ഹീറ്റർ എടുത്ത് മുടി നല്ല രീതിയിൽ ചീവി നേരെയാക്കുന്നുണ്ട്. മുടി ഫ്രണ്ടിൽ ഹീറ്റാവുകയും ചെയ്യും. ഹീറ്റാവുന്ന കൂടെ നമുക്ക് ആ സ്പ്രിങ് ആയിട്ടിരിക്കുന്ന മുടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ആക്കാനും പറ്റും. പക്ഷേ ഇതെന്നും ചെയ്യാൻ പാടില്ല. മുടി ഊരും, നല്ല രീതിയിൽ ഊരും.
പിന്നെ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ സ്ട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ആയാലും ഏതെങ്കിലും ഒരു സെറം അപ്ലൈ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ആ മുടിക്ക് വരുന്ന ആ ഡ്രൈനെസ് അങ്ങ് കുറഞ്ഞു കിട്ടും. ഇത് ഡയറക്റ്റ്ലി തല നനച്ചിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ മുടിക്ക് നല്ല ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഏതെങ്കിലും ഒരു സെറം അപ്ലൈ ചെയ്തിട്ട് മുടി ഹീറ്റ് ചെയ്യുക. എന്നിട്ട് നല്ല രീതിയിൽ ഞാൻ മുടി ബുഷിട്ടിട്ട് കെട്ടി വയ്ക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇന്ന് നല്ല രീതിയിൽ സ്പ്രിംഗ് ആയിരുന്നു, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഹീറ്റ് ചെയ്തതും. പിന്നെ നമ്മൾ ഇതാ ലാസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ നല്ല രീതിയിൽ മുടിയൊക്കെ കോമ്പ് ചെയ്ത് ടൈ ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനിയും ഇതുപോലുള്ള ബ്യൂട്ടി ടിപ്സ് ആൻഡ് മേക്കപ്പ് വീഡിയോകൾക്കായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും ബായ്.